ഇന്നത്തെ MC ആയിട്ട് തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. KBC ബാനറിലുള്ള എല്ലാവർക്കും, എല്ലാ ഗ്രൂപ്പിനും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കാം. എന്റെ പേര് വെലൂർ ചാക്കോ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും സംസാരിക്കുന്നു. ഇന്ന് മനോജ് സാറ് എന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടത് MC ആയിട്ട്. നമ്മുടെ ജ്യോതിഷ് കുമാർ സാറ് അദ്ദേഹമാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ 6 AM ക്ലബില് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന്, കാരണം ആരൊക്കെയോ എല്ലാവരും ദിവസവും കറക്റ്റ് ടൈമിന് എഴുന്നേറ്റ് 7 മണി 6 മണിക്ക് മുമ്പ് നമ്മൾ റെഡിയായി ഈ സൂം മീറ്റിംഗിൽ ഇരുന്ന് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നല്ലൊരു സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവനവന്റെ വീട്ടില്, കാരണം കേരളത്തിൽ എല്ലായിടത്തും, കേരളമാണ് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഒരേ വേദിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും പരസ്പരം സംവാദിക്കാനുമുള്ളതായ ഒരു സാഹചര്യമാണ് ഈ സൂം മീറ്റിംഗിൽ കൂടി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ മനോജ് സാറ്, പ്രത്യേകിച്ച് പ്രോഗ്രാം തുടങ്ങുന്നതിന് നമുക്ക് എപ്പോഴും നമ്മുടെ ദൈവം തമ്പുരാനെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് ഈ അവസരം ഒരു നിമിഷം അതിനു വേണ്ടി എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. നമ്മുടെ സാഗർ ജോഷി സാറിന് പ്രത്യേക വന്ദനം കൊടുക്കണം. കാരണം അദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുപോയി അദ്ദേഹം അതിനുവേണ്ടി അക്ഷീണമായി പരിശ്രമിച്ച് PhD ഒക്കെ എടുത്ത അമേരിക്കയിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മുടെ ബയോമൈഗ്നറ്റിക് പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച് 10 വർഷത്തോളം അമേരിക്കയിലൊക്കെ ചെലവഴിച്ച് നല്ലപോലെ പഠിച്ച് ആ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവരികയും അതുമൂലം നമ്മൾക്ക് ഓരോരുത്തർക്കും, അതാണ് ചിന്തിക്കുന്നത്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ജീവിക്കാനുള്ള മാർഗവും മാത്രമുള്ള ആരോഗ്യപരമായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ വെൽത്തി ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലൂടെ എല്ലായിടത്തുമുള്ള ജനങ്ങള് സന്തോഷവാന്മാരായും ആരോഗ്യവാന്മാരായും സമ്പത്തുള്ളവരും ആയിത്തീരണം. അതിനുവേണ്ടിയുള്ള മുഖാന്തരം. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമേ ഇല്ല. നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്. ഈ ഒരു സ്ഥാനത്ത് വെറും ഒരു ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റോ എന്തെങ്കിലും, ഇപ്പോൾ പുതിയ സ്കീം അനുസരിച്ച്, റീപർച്ചേസ് സ്കീം അനുസരിച്ച് വെറും 3100 രൂപയിൽ നമുക്കൊരു ബിസിനസ് ഐഡി ലഭ്യമാക്കുവാനുള്ള ആ രീതിയിൽ തന്നെ സാഗർ ജോഷി സാർ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നു. ഇത്ര നല്ല സുവർണ അവസരം നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ മാത്രവുമല്ല, നമ്മൾ അതിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാം അതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് ഓരോ ദിവസവും ഓരോ വ്യക്തികളെ സംസാരിച്ച് മനസ്സിലാക്കി തരുന്നു. അത് നമ്മള് സൂമിലും അല്ലാതെ NDOP BOP എല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. അതാണ് അതിന്റെ. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ എന്റെ സമയം അധികം ചെലവഴിക്കുന്നില്ല. നമ്മുടെ ഗ്രേറ്റ് ലീഡർ, അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ജ്യോതിഷ് കുമാർ സാർ, അദ്ദേഹം ആക്ച്വലി ടെറാ ടെക്നോളജി, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ പറ്റി വളരെ ശരിക്കും പഠിച്ച്, അതായത് ഏത് പ്രൊഡക്റ്റും നല്ലപോലെ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള മാന്യ അദ്ദേഹമാണ്. പത്തനംതിട്ടക്കാരനാണ്, പക്ഷേങ്കിൽ അദ്ദേഹം ഗുജറാത്തിൽ സെറ്റിൽഡ് ആണ്. നമ്മുടെ കമ്പനിയുമായിട്ടൊക്കെ വളരെ അടുത്ത് ഇടപഴകി നല്ല പരിചയമുള്ള മാന്യ അദ്ദേഹമാണ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് എഴുതിയെടുക്കാനുള്ള സമയം കിട്ടുന്നത്. അതാണ് അതിനുവേണ്ടി സമയം വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന മാന്യ അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. പ്ലീസ് വെൽക്കം ജ്യോതിഷ് കുമാർ സാർ. യെസ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു MCC സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ബൈട്ടോറിയം കമ്പനിയും എന്റെ മനുഷ്യപുത്രനായ ഡോക്ടർ സാഗർ ജോഷിക്കും സാറിനും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചെയർമാൻ മനോജ് സാറിനും ഞാനൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നും ടെറാ ടെക്നോളജിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ്
ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കമ്പനിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മള് ബോംബെയിലുള്ള നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുടെ എന്ന് പറയാണ്. കമ്പനിയെ കുറിച്ച് ഒരു 26-27 ലൈൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും അത് കമ്പനിയെ കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ കമ്പനി എന്താണെന്നും ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണെന്നും അതിന്റെ വാല്യൂ എന്താണെന്നും നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ പറയാം, ചേട്ടാ അല്ലെങ്കിൽ സഹോദരി, ഞാന് ബോംബെയിലുള്ള ഒരു വലിയ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വ്യക്തി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുന്നു. ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് വരുവാനും അതുമൂലം നമ്മുടെ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. സാറ് പറഞ്ഞതുപോലെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. 3100 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 3200 രൂപയ്ക്ക് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സുവർണാവസരമാണ് ഡോക്ടർ സാഗർ ജോഷി സാർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അതിൽ നിന്നും എത്ര രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റുമോ അത് നമ്മുടെ കയ്യിലാണ്. അതിനുള്ള എല്ലാ വഴികളും സാർ തന്നു കഴിഞ്ഞു. അതിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനെക്കുറിച്ചും ഒരു വ്യക്തിയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയുക. ഈ ബയോടൂറിൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ബോംബെ എന്നുള്ള ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ ലൈൻ. രണ്ടാമത് പറയാം, 2008 തുടങ്ങിയ കമ്പനി കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യൻ വ്യവസായ രംഗത്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നടത്തുന്നു. മൂന്നാമത്, കമ്പനിയുടെ ഫൗണ്ടർ CMD ഡോക്ടർ സാഗർ രമാകാന്ത് ജോഷി മാഗ്നറ്റിക് തെറാപ്പിയിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ്, 16 വർഷത്തെ പഠനത്തിന് ശേഷം ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നു. 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ബോംബെ മീര റോഡിൽ പ്രൊഡക്ഷൻ യൂണിറ്റും അക്കൗണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റും സ്ഥിതി ചെയ്യുന്നു. ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ഈ ബയോടൂറിൻ നെറ്റ്വർക്ക് പൈനിയർ ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാം. 28 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളും വിതരണ ശൃംഖല ഉള്ള കമ്പനി. രാജ്യത്ത് ആഗമനം ഫ്രീ ആയി പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. 30 ലക്ഷത്തിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കമ്പനി. 24 മണിക്കൂറിൽ 2 തവണ വരുമാനം തരുന്ന കമ്പനി. അതായത് ഒരു ദിവസം 2 തവണ നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമായി ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിനെ നിർമ്മിച്ചു തന്നുകൊണ്ടിരിക്കുന്ന കമ്പനി. ആയുഷ് മന്ത്രാലയം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനി. മെഡിസിൻ ഫ്രീ ഇന്ത്യക്ക് വേണ്ടി തികച്ചും പ്രകൃതിദത്തമായ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, MLA മാർ, MP മാർ, ഡോക്ടേഴ്സ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഉപഭോക്താക്കളാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്ന, ഓക്സിജൻ ലെവല് ബോഡിയുടെ മെയിൻറ്റെയിൻ ചെയ്ത് ത്വരിതപ്പെടുത്തുന്ന ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളെ സഹായിക്കുന്നു. എല്ലാ ഡിസ്ട്രിബ്യൂട്ടർക്കും ഫ്രീ ആയിട്ട് ട്രെയിനിങ് തരുന്ന കമ്പനി. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും BOPകൾ നടത്തുന്ന കമ്പനി. കൃത്യസമയത്ത് പേ ഔട്ട് തരുന്ന കമ്പനി. 60 മാസമായി ഒരു പേ ഔട്ട് പോലും താമസം വിന വിതരണം തന്നുകൊണ്ടിരിക്കുന്ന കമ്പനി. രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ 30,000 സ്ക്വയർ ഫീറ്റ് ഓഫീസ്, ബോംബെയിൽ ദാദറിൽ കോർപ്പറേറ്റ് ഓഫീസ്. സുദൃഢമായ ഇൻകം പ്ലാൻ, മദർ പ്ലാൻ, റീപർച്ചേസ് പ്ലാൻ. ഒരു ദിവസം 1,56,000 രൂപ വരുമാനം ലഭിക്കുന്ന ഇൻകം പ്ലാൻ. 40% വനിതകൾ ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക കമ്പനി എന്ന് ഈ ബയോടൂറിന് പറയുവാൻ പറ്റും. 300-ലധികം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച കമ്പനി, നിരവധി കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി. സ്വന്തം ബിസിനസ്സിന് സ്വന്തമായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത കൊണ്ടിരിക്കുന്ന കമ്പനി. ഗിന്നസ് ബുക്കിൽ ഇടം ലഭിച്ച കമ്പനി ഈ ബയോടൂറിൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾ ഗിന്നസ് ബുക്കിന്റെ സെസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ബയോടൂറിൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഡോക്ടർ രമാകാന്ത്
ജോഷി എന്ന് കാണാൻ പറ്റും. ബയോമാറ്റിക് പ്രോഡക്റ്റുകൾക്കൊപ്പം വിവിധ ന്യൂട്രാസ്യൂട്ടിക്കൽ, കൃഷി, FMCG, ഹോം അപ്ലയൻസസ് തുടങ്ങിയ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി. സ്വന്തം ഡിസ്ട്രിബ്യൂട്ടർക്ക് വിദേശ യാത്രകൾ കാലാകാലങ്ങളിൽ ത്വരിതപ്പെടുത്തുന്ന കമ്പനി. 7ലധികം വരുമാനം തരുന്ന കമ്പനി. റിറ്റെയിൽ പ്രോഫിറ്റ്, സൂപ്പർ അവയർനെസ് ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ്, പിക്കസ്റ്റർ ബോണസ്, ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റോക്കറ്റ് ബോണസ്, റീപർച്ചേസ് ബോണസ്, അതോടൊപ്പം തന്നെ ഫോറിൻ ടൂർ. അപ്പൊ ഇങ്ങനെ നിരവധി വരുമാനങ്ങൾ തരുന്ന കമ്പനി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ MD പറഞ്ഞ ഒരു വാചകമുണ്ട്, അടുത്ത 25 വർഷം എന്റെ പരിപൂർണമായ ശ്രദ്ധ 100% ഈ ബൈട്ടോറൻ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഡിസ്ട്രിബ്യൂട്ടറുകൾ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച ഒരു CMD ആണ് നമുക്കുള്ളത്. ഒരു ഷായസ് മുഴുവനും നമുക്ക് 100% ഗ്യാരണ്ടിയോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് ഈ ബൈട്ടോറൻ കമ്പനി മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാന പുരസ്സരം വരും. അതുകൊണ്ട് നിങ്ങളും എന്റെ കൂടെ ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട്, ഒരു യൂസറായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട്, ഒരു പ്രൊമോട്ടറായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട്, ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനാണ് നിങ്ങളെ കാണുവാൻ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ പ്രോഡക്റ്റുകൾ കമ്പനി ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഡോക്ടർ രമാകാന്ത് ജോഷി സാർ നീണ്ട 16 വർഷത്തെ ഗവേഷണത്തിന് ശേഷം, പഠനത്തിന് ശേഷം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ട് കൊറോണ സമയത്താണ് മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. ആ സമയത്ത് ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച വ്യക്തികളിലേക്ക് ക്വാറന്റൈൻ്റെ കാലാവധി കഴിഞ്ഞു. അതോടൊപ്പം ഇത് ഉപയോഗിച്ച വ്യക്തികൾക്ക് കൊറോണ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി, ഓക്സിജൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ബോഡി ആരോഗ്യത്തോടിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ. അങ്ങനെയാണ് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കൊറോണ യോദ്ധ അവാർഡുകൾ ഇന്ത്യ ഗവൺമെന്റ് തരാൻ സന്നദ്ധമായത്. അപ്പൊ ലോകം മുഴുവൻ നമ്മൾക്ക് ഒന്നിച്ച് നാശം വിതയ്ക്കുന്നു. എങ്ങനെയാണ് നാശം വിതയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ TV-യിൽ പരസ്യം കാണുന്നുണ്ട്, പെപ്സി ഉണ്ട്, കൊക്കക്കോളയുണ്ട്, നമുക്ക് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രോഡക്റ്റുകളാണ്. പക്ഷെ അതിനെതിരെയെല്ലാം പോരാടുവാൻ ഏക വ്യക്തി, ധീരനായ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ രമാകാന്ത് ജോഷി എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ കഴിയുന്നു. കാരണം പൊല്യൂഷൻ ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കെമിക്കലുകളുണ്ട്. ഇതെല്ലാം വന്നപ്പോൾ ഇതിനെയെല്ലാം തടുക്കുവാൻ കഴിഞ്ഞ നീണ്ട 16 വർഷത്തെ പഠനം അദ്ദേഹത്തിനെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഏത് വ്യക്തിക്കും മനസ്സിലാകും, ഇന്ന് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കാൻ, ഓക്സിജൻ ലെവൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കിട്ടുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്ന ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ്. നമ്മൾക്ക് പറയാം, ഇന്ന് ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റ്, നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയാൻ അതിന്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും. നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയാൽ, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കാൻ പോയാൽ, നമ്മളൊരു ഹോട്ടൽ എക്സ്പെൻസിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് 10,000-ലധികം രൂപ ചെലവാണ്. നമ്മളൊരു 4 വീലർ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ 10,000-ലധികം കുറഞ്ഞ ഇവിടെ സർവീസ് കിട്ടുന്നു. നമ്മളൊരു ഷോപ്പ് എടുത്ത് റെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് 10,000-ലധികം വില വാടക കൊടുക്കണം. നമ്മളൊരു നല്ല വീട് എടുത്തു കഴിഞ്ഞാൽ, ഫർണിഷ്ഡ് വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10,000-ലധികം വാടക കൊടുക്കണം മാസം. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്ലൈറ്റിന് പോകാൻ തുടങ്ങിയാൽ നമ്മൾ ഫ്ലൈറ്റിന്റെ ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് 10,000-ന് മുകളിൽ ചിലവാക്കേണ്ടി വരുന്നു. അതോടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ ഫുള്ളായിട്ട് ബോഡിക്ക് പോയി 10,000-ലധികം ചിലവാക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 10,000 രൂപ ഒരു മിനിമം എക്സ്പെൻസ് ആയിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരുന്നു. അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 9,800 അല്ലെങ്കിൽ 10,700 കൊടുത്ത് നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 30 വർഷം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കിക്കൊണ്ട് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പ്രോഡക്റ്റിന് എത്ര രൂപ വിലയുണ്ടെന്ന് നോക്കിയോ. ഞാൻ ഒന്നുകൂടെ അത് പറയുവാണെന്ന് ഒരു വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കും, നമ്മളൊരു ചെരുപ്പ് എടുക്കുവാൻ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കാൻ തുടങ്ങിയാൽ, നമ്മളൊരു ഹോട്ടൽ എക്സ്പെൻസ് നടത്തി കഴിഞ്ഞാൽ, ഒരു 4 വീലറിന്റെ സർവീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്താൽ, ഒരു ഓഫീസ് വാടകയ്ക്ക് എടുത്താൽ, നമ്മൾ അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ, അതോടൊപ്പം നമ്മളൊരു മെഡിക്കൽ ബോഡി ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മിനിമം 10,000-ലധികം രൂപ ചെലവാക്കും. കോടിക്കണക്കിന് രൂപ വിലയുള്ള നമ്മുടെ ശരീരത്തിന്റെ വില ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. കോടിക്കണക്കിന് രൂപ വിലയുള്ള നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റത്തെ 78 ഓർഗൻസിനെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മുടെ ബയോമാറ്റിക് പ്രോഡക്റ്റുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് നമ്മുടെ ചരിത്രം ഈ 5 വർഷം കൊണ്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കും.
മാറ്റിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 9,800 10,700 കൊടുത്ത് അടുത്ത 30 വർഷത്തേക്ക് ശരീരത്തിന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിലാക്കുവാൻ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കേണ്ടത് അത്യാവശ്യമല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിന്റെ പ്രൈസ് എന്തുമാത്രം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്ത്യയിലെ പണക്കാർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഡോക്ടർ രമാകാന്ത് ജോഷി സാർ ഈ പ്രോഡക്റ്റ് നിർമ്മിച്ച സാധാരണക്കാരായ വ്യക്തികൾ മുഴുവൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് മെഡിസിൻ ഫ്രീ ഇന്ത്യ, സാർ പറഞ്ഞതുപോലെ മെഡിസിൻ ഫ്രീ ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ എന്നുള്ള ആ തത്വം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ മിഷനാണ് നമ്മുടെ ഡോക്ടർ ജോഷി സാറ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെല്ലുകൾ ശക്തിയായിരിക്കണം, നമ്മൾ സെല്ലുകൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോട് ജീവിക്കാൻ. സെൽസുകൾക്ക് ഓക്സിജൻ വേണം, വെള്ളം വേണം, ഇതെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ സെല്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിവാഹം കഴിച്ചവർക്ക് നമ്മുടെ വൈഫാണെന്ന് പറയും. കാരണം സെല്ലിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താഴ്മ, ആഹാരം വെക്കാൻ പറ്റുന്നില്ല, തുണി കഴുകാൻ പറ്റുന്നില്ല, അതോടൊപ്പം തന്നെ വീടിനെ ക്ലീൻ ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിലെ സെല്ല് കറക്റ്റായിട്ട് റെഡി ആയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സെല്ലുകൾ, നമ്മുടെ വീട് നല്ല രീതിയിൽ പോകുന്ന പോലെയാണ് ബോഡിയിലെ സെൽസുകൾ എനർജറ്റിക് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് ഇന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടീവായുള്ള ആഹാരവും വെള്ളം, വായു, ഓക്സിജൻ ഇതെല്ലാം നമുക്ക് വേണം. അത് പോഷകാഹാരങ്ങൾ വേണം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കാരണം പോഷകാഹാരങ്ങളെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോട് ജീവിക്കുവാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരത്ത് വേണ്ട, ബ്രെയിനിന് വേണ്ട മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അതിനെന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് നമുക്ക് ചില ഡെഫിഷ്യൻസികൾ ഉണ്ടാകുന്നത്, ചില ബോഡി പെയിൻ ഉണ്ടാകുന്നത്. കാരണം കാൽഷ്യം അത് എത്ര മാത്രയിൽ വേണം അത് കറക്റ്റായിട്ട് ബ്രെയിൻ നമ്മളിൽ നിന്ന് വലിച്ചെടുക്കും. പക്ഷെ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി പെയിൻ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അതിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വിറ്റാമിനും പ്രോട്ടീനും കറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. അപ്പൊ അങ്ങനെ കമ്പനി ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്ന ഏറ്റവും നല്ല ന്യൂട്രാസ്യൂട്ടിക്കലാണ് മോർപവർ എന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ. മോർപവർ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. യാതൊരു കെമിക്കലില്ല, യാതൊരു വിധമായ ഉത്തേജക മരുന്നുകളില്ലാതെ ആയുഷ് മന്ത്രാലയം സർട്ടിഫൈഡ് ചെയ്ത ഏറ്റവും നല്ല ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ കഴിക്കേണ്ടത് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിന് കുറവ് വരുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നും കഴിക്കേണ്ട പ്രോഡക്റ്റില്ല, പക്ഷെങ്കിൽ ഡെഫിഷ്യൻസി വരുമ്പോൾ, കുറവ് വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുവാനാണ് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കലുടെ ആവശ്യമുണ്ട്. മോർപവർ എന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ നമുക്ക് പ്രധാനമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കണം. കാരണം ഡൈജഷൻ പ്രോപ്പർ ആക്കുന്നു, ഡയബറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഷുഗർ പേഷ്യൻസിൽ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്ന വ്യക്തികൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെ മോർപവർ രാവിലെ കഴിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുന്ന ഒരു 6 മണിക്ക് മുമ്പ് കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയബറ്റിക്സിനൊക്കെ നല്ല വ്യത്യാസം വരുന്നു. 2 ഗ്രാം കഴിക്കുക. അപ്പൊ നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ തന്നെ മോർപവർ 2 നെൽമണി എടുത്തിട്ട് 3-4 ദിവസം കഴിച്ച് ബോഡിയുമായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ആകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ നമ്മളൊരു 2 നെൽമണിയുടെ അത്ര, മോർപവർ ആദ്യമായിട്ട് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ 2 നെൽമണിയുടെ അത്ര എടുക്കുക. എടുത്തതിന് ശേഷം വായിൽ തുപ്പല് വന്നതിന് ശേഷം തുപ്പലിനകത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഒന്ന് ചാലിച്ച്, ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ പതുക്കെ ചാലിച്ച് ചവച്ചരച്ച് അത് രാവിലെ കഴിക്കുക. അതിനൊരു 15-20 മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കുക. നമുക്ക് പല്ല് വയ്ക്കുക, ചായ കുടിക്കുക, മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോർപവർ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഒരു 30 ദിവസത്തിനകത്ത് നമ്മൾ ആ മോർപവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ യൂറിൻ ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ചിലപ്പോൾ മിക്കവാറും ആൾക്കാർ യൂറിന്റെ ക്വാണ്ടിറ്റി കുറയുന്നത്, ഡയബറ്റിക്സിന് ഗുളിക കഴിക്കുന്ന വ്യക്തികളോട് ഞാൻ പ്രത്യേകം പറയുന്നത്, അത് നമ്മുടെ യൂറിന്റെ ക്വാണ്ടിറ്റി കുറയും, മൊത്തത്തിലെ പത കുറയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഷുഗറിനകത്ത് വേരിയേഷൻ. അങ്ങനെ 45 ദിവസം, ഒരു 15 ദിവസം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് തന്നെ മാറ്റങ്ങൾ, ഓയിലി സ്കിന്നായിട്ട് മാറും ബോഡിക്കകത്ത്, നല്ല എനർജി തോന്നുന്നു, ശരീരത്തിന് ക്ഷീണം മാറുന്നു, ഡൈജഷൻ പ്രോപ്പർ, ഇതെല്ലാം നമുക്ക് വളരെയധികം സഹായിക്കുന്നു. കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കലായി മോർപവർ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കഴിക്കും. അതോടൊപ്പം നമ്മുടെ രാത്രിയിലത്തെ ഫുഡ്, നമ്മൾ ചില ആൾക്കാർക്ക് നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗറിൽ കുറച്ച് അപ്പായിക്കണം. അതിന് നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഈ ഫുഡ് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക. അപ്പം കാർബോഹൈഡ്രേറ്റ് ചോറിൽ മാത്രമല്ല, നമ്മുടെ ചപ്പാത്തിയിലും കാർബോഹൈഡ്രേറ്റ്, പക്ഷെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സലാഡുകൾ കഴിക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അതോടൊപ്പം തന്നെ മുട്ട കഴിക്കുന്നവർക്ക് രാത്രിയിൽ മുട്ട കഴിക്കാം. അതോടൊപ്പം മീൻ, ഇതിനകത്ത് ഗ്ലൈസമിക് ഇൻഡെക്സ് 0 ആണ്. അപ്പൊ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡുകൾ രാത്രി കഴിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ. കാരണം നമ്മുടെ ശരീരത്ത് 5 ലിറ്ററോളം
ബ്ലഡ് ഉണ്ട്. അതിൽ 50% നമ്മുടെ ഡൈജഷന് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ആഹാരം കഴിച്ചൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പറ്റും. കാരണം നമ്മൾ അല്ലാത്ത പട്ടികൾ കാണുന്ന നമ്മുടെ വയറൊക്കെ വലുതായിട്ട് വീർത്തിരിക്കുന്നതാണ്. പല ആൾക്കാരും കഴിച്ചു കഴിഞ്ഞ ഉടനെ കിടക്കുന്നവർ. അതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ. പ്രത്യേകിച്ച് ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം വളരെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഒരു 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിക്കൊണ്ട് നമുക്ക് ആരോഗ്യത്തോട് ഇരിക്കുവാൻ നമുക്ക് ഈ ന്യൂട്രാസ്യൂട്ടിക്കലായ മോർ പവർ നമ്മളെ സഹായിക്കുന്നു. ഞാൻ പറയുന്ന ഡയബറ്റിക് പേഷ്യൻസ് രാവിലെ കഴിക്കുക, വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം, 6 മണിക്ക് മുമ്പ് നമ്മൾ കഴിച്ചാലും കുഴപ്പമില്ല, ഒരു നേരമായാലും കുഴപ്പമില്ല. ലിക്കർ കഴിക്കുന്നവർ വൈകിട്ട് ഒരു കാരണവശാലും മോർ പവർ കഴിക്കാൻ പാടില്ല. അവർ രാവിലെ മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ സെക്സ്വൽ പ്രോബ്ലം ഉള്ളവർ രാത്രിയിൽ കഴിക്കാം. അവർക്ക് അതിൻ്റെ കൂടെ തണുത്ത പാല് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ വ്യത്യാസമുണ്ട്. അത് കുട്ടികളുണ്ടാകാത്തവർക്ക്, അങ്ങനെ എല്ലാവർക്കും എല്ലാ രീതിയിലും ശരീരത്തിന്റെ ക്ഷീണങ്ങൾ മാറ്റുവാനും നമുക്ക് പൈൽസിന്റെ അസുഖമുള്ളവരുണ്ട്, ഫിഷറിന്റെ അസുഖമുള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരും നമ്മൾ ഈ മോർ പവർ ഉപയോഗിക്കുക. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ 1 മാസം 45 ദിവസം കഴിച്ചിട്ട് നമ്മുടെ ബോഡി കറക്റ്റായിട്ട് നമ്മൾ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാലക്രമേണ നമുക്ക് പതുക്കെ പിന്നെ നമുക്ക് ആ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ആ നമ്പേഴ്സ് ഡെയിലി കഴിക്കുന്നതിന് ഒരാഴ്ചയിൽ ഒരു 3 ദിവസമായിട്ട് നമുക്കത് മാറ്റിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുവാൻ നമുക്ക് ഈ മോർ പവർ നമുക്ക് വളരെയധികം സഹായിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നോക്കൂ, കേരള പോലുള്ള സംസ്ഥാനത്ത് ഇത്രയും ഡയബറ്റിക്സ് പേഷ്യൻസ് ഉള്ളപ്പോൾ ഈ മോർ പവർ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡിയെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ട് ആരോഗ്യത്തോടെ ഒരു സൗന്ദര്യവർദ്ധ വസ്തുവായിട്ട് പറയാം. അതായത് മോർ പവർ കഴിച്ചപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും. കാരണം ഓയിലി സ്കിന്നായിട്ട് ബോഡി മാറാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡ്രൈ സ്കിൻ ഉള്ള വ്യക്തികൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. എന്താ മോർ പവർ നമ്മൾ എല്ലാവരും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ നമുക്കറിയാം എങ്ങനെ വിനിയോഗിക്കണം, അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, അതെല്ലാം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിനെ പ്ലാൻ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ചെരുപ്പുകളുണ്ട്. 1800 രൂപയ്ക്ക് നമുക്ക് ചെരുപ്പുണ്ട്, വീട്ടിലിടാം. വീട്ടിൽ മാത്രമേ ഇടത്തുള്ളൂ. ടൈൽസിൽ, തറകളിൽ എത്രയോ ആൾക്ക് നമ്മൾ ആയുർവേദ ചെരുപ്പ് വാങ്ങിക്കാൻ പോയാൽ തന്നെ 2000, 2200, 2300, 2500 വരെ ലെവലിലെത്തുമ്പോൾ നമുക്ക് ഈ ചെരുപ്പുകൾ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചെരുപ്പ് എല്ലാവർക്കും ഉപയോഗിക്കും. നമ്മളാണ് അതിന്റെ ആ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ ആ രീതിയിലാണ് അതിനെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുക, നിരവധി വ്യക്തികളിലേക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നെയ്യുണ്ട്. 2400 രൂപയ്ക്ക് 1 ലിറ്റർ നെയ്യ് എവിടെ കിട്ടും? പശുവിന്റെ ഏറ്റവും നല്ല, ഞാനത് ഉപയോഗിച്ചു, വളരെ നല്ല നെയ്യാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ പറ്റും. നിരവധി വ്യക്തി ഇപ്പം കേരളത്തിൽ ഇരുന്നിട്ട് ഡൽഹിയിൽ ആർക്കും കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് കോഴിക്കോട്ടിൽ നിന്നിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ആ റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞ്, നമ്മുടെ റീപർച്ചേസ് മന്ത്ലി കമ്പൽസറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസോസിയേറ്റ് ചെയ്തുള്ള വ്യക്തികളുടെ സൈറ്റിൽ നമ്മളത് കറക്റ്റായിട്ട് എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡെലിവറി അഡ്രസ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് എറൈസ് ചെയ്ത് കൊടുത്താൽ കമ്പനി അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തി കൊടുക്കും. നമ്മുടെ പോക്കറ്റിലേക്ക് കയറുന്നതാണ് PV കയറും. 0.25 PV പോയി കഴിഞ്ഞാൽ, മാച്ച് ആയി കഴിഞ്ഞാൽ 157 രൂപ 50 പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിനെ ഓൺലൈനായിട്ട് ചെയ്യുവാൻ പറ്റില്ലേ? നമ്മുടെ സുഹൃത്തുക്കളിലെ എല്ലാവരും നെയ്യ് വാങ്ങിക്കുന്നവരല്ലേ? 1 ലിറ്റർ നെയ്ക്ക് 2400 രൂപ. ഗീർ പശുവിന്റെ നെയ്ക്ക് ഗുജറാത്തിലെ വിലയാണ് 3000 മുതൽ 3250 രൂപ. നമുക്ക് കമ്പനി 2400 രൂപയ്ക്ക് തരും. അപ്പൊ ഇങ്ങനെ ഓരോ ഐപാഡ് തരുന്നു. മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികളോട് പറയുക ബയോമാഗ്നറ്റിക് മാട്രസ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഐപാഡ് ഉപയോഗിക്കുക കണ്ണിന്റെ ആരോഗ്യത്തിന്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ വിൽക്കരുതോ? അപ്പൊ നമുക്ക് വരുമാനം കൂട്ടരുതോ? ഇങ്ങനെയാണ് ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ റീപർച്ചേസിന്റെ പ്ലാൻ വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുത്തുകൊണ്ട് നമ്മൾ സീരിയൽ നമ്പർ എഴുതുക, MPV എഴുതുക, നമ്മുടെ പ്രോഡക്റ്റ് എഴുതുക, അതിന്റെ പ്രൈസ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ഏത് പ്രോഡക്റ്റ് ആണ് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതനുസരിച്ച് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള പ്രോഡക്റ്റിന്റെ ഡിമാൻഡാണ് വരുന്നത്. അപ്പൊ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ വരുമാന മാർഗം കൂടുവാൻ നമുക്ക് സഹായിക്കും. അപ്പൊ അങ്ങനെ ഇനി പെട്രോളിയം പ്രോഡക്ട്സ് ഉൾപ്പെടെ പല പല പ്രോഡക്റ്റുകളും കമ്പനികൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടണമെന്ന് കമ്പനി 100% ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഒരു മസാല വിറ്റാൽ ചിലപ്പോൾ 2 രൂപയായിരിക്കും കിട്ടുന്നത്. നമ്മുടെ പെട്രോളിന്റെ കാശ് പോലും മുതലാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റ് വന്നുകൊണ്ടിരുന്നതാണ് കമ്പനിയിലേക്കാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം കമ്പനി കൊണ്ടുവന്ന ഏറ്റവും വലിയ ന്യൂട്രാസ്യൂട്ടിക്കലാണ് അൾട്രാബെറി ജ്യൂസ്.
ഇപ്പം നമുക്ക് പറയും ഇപ്പൊ ഏറ്റവും പറ്റിയ അൾട്രാബറിക്ക് ഏറ്റവും നല്ല മാർക്കറ്റ് ഈ മഴക്കാലം തന്നെയാണെന്ന് പറയാൻ പറ്റും. ഒരു സൗന്ദര്യവർദ്ധ വസ്തുവാണ്. ശരീരത്തിന്റെ ആരോഗ്യം 21 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സ്കിന്നുകൾക്ക് നല്ല സൗന്ദര്യവർദ്ധ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല മാറ്റം. നമ്മുടെ ഈ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുകയും അതോടൊപ്പം അൾട്രാബറി ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീര സൗന്ദര്യം വർദ്ധിക്കും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റു സലൂണുകളിൽ പോയി നമ്മൾ പൈസ മുടക്കുന്നതിന് വരെ ഈ അൾട്രാബറി കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നു. നമ്മുടെ സെല്ലുകൾക്ക് ശക്തി പകരുന്ന 28 ഓർഗൻസിനെ വളരെ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ആയ അൾട്രാബെറി ജ്യൂസ് നമുക്ക് സഹായിക്കുന്നു. അപ്പൊ അൾട്രാബെറി വാങ്ങിച്ചാൽ ഗുണമെന്നതാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള കിവി ഫ്രൂട്ട് ഉണ്ട്. നമ്മുടെ ഡെങ്കിപ്പനി വന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൾട്രാബെറി ജ്യൂസ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കണം. കാരണം ആ ഡെങ്കിപ്പനി മാറുന്നോളം വരെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ മാട്രസ് ഉപയോഗിക്കുന്നതോടൊപ്പം ഇതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേറ്റ്ലെറ്റുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. നമ്മൾ പല ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പോലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതായിട്ട് കഴിയുന്നത് ലാസ്റ്റ് അവർക്ക് ബ്ലഡിൽ കൂടി പ്ലേറ്റ്ലെറ്റ് എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും സംശയം. എന്നാൽ നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി വരുമ്പോൾ ഉടൻ തന്നെ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കുക. ഒരു മിനിറ്റ്. അൾട്രാബെറി ജ്യൂസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്ലേറ്റ്ലെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സഹായിക്കുന്നു. ഇപ്പം പനി വരുമ്പോൾ നമ്മൾ പറയാം പല സമയത്തും നമ്മൾ ആഹാരം കഴിക്കത്തില്ല, ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി കുറയും. ആഹാരത്തിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കിട്ടുന്നത്. അപ്പൊ കൗണ്ട് കുറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച പനി സമയത്ത് നമുക്ക് യാതൊരു ക്ഷീണമില്ല. അതുപോലുള്ള നടുവേദന, പുറത്തുവേദന, ക്ഷീണം ഇതെല്ലാം മാറ്റുവാൻ നമുക്ക് ഈ അൾട്രാബെറി ജ്യൂസ് വളരെയധികം സഹായിക്കും. നമ്മൾ രാവിലെ കഴിക്കുക. ഡയബറ്റിക്സ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അൾട്രാബെറി 6 മണിക്ക് അകം കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ 2 നേരം കഴിക്കാം, അല്ലെങ്കിൽ 1 നേരം ആയാലും കുഴപ്പമില്ല. കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും നമുക്ക് രാവിലെ വൈകിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പം നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 6 മണി എന്ന് പറയുന്ന കാര്യം, നമ്മളൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മണിക്കൂർ നമുക്ക് ഉറങ്ങും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ 6 മണിയാകുമ്പോൾ നമുക്കൊരു സമയം കിട്ടും, ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ശരീരത്തിന്റെ അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോഴും നമുക്കത് പ്രയോജനം ചെയ്യും. അപ്പൊ ആ കമ്പനി പറയുന്നുണ്ട് ഈ അൾട്രാബെറി ജ്യൂസുകൾ ഇങ്ങനെയുള്ള വ്യക്തികൾ കൊടുക്കുക. യൂറിനറി പ്രോബ്ലം ഉള്ളവർ കൊടുക്കുക. പല്ലിന്റെ ആരോഗ്യത്തിന്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ഡൈജഷൻ നല്ലതാണ്, സെക്സ്വൽ പ്രോബ്ലത്തിന് നല്ലത്. ഇതെല്ലാം നമുക്ക് ഒത്തിരിയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ് അൾട്രാബെറി. 1600 രൂപയ്ക്ക് നമുക്ക് റീപർച്ചേസ് കിട്ടും. ഇപ്പൊ നമ്മുടെ പ്രൊമോ കോഡ് വരുവാണ്, ഇന്നോ നാളെ അത് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് താഴെ വരുമാനം വാങ്ങിച്ച വ്യക്തികൾക്ക് 17,500 രൂപയ്ക്ക് 16 ബോട്ടിലാണ് തരാൻ പോകുന്നത്. ആ 16 ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മൾ നോക്കുക 3250 രൂപയാണ് ആ പ്രോഡക്റ്റിന്റെ വില. അപ്പൊ അത്രയും റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അൾട്രാബെറി. അപ്പൊ ക്ഷീണം മാറാനും ആരോഗ്യ സംരക്ഷണം നമ്മളുടെ അൾട്രാബെറി ജ്യൂസ് നല്ല കട്ടിയുള്ള ജ്യൂസാണ്. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും രണ്ടാമതും ആ പ്രോഡക്റ്റുകൾ ചോദിക്കാൻ തുടങ്ങി. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കറക്റ്റ് ആക്കും. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യങ്ങളെല്ലാം നല്ലതാണ്, കണ്ണുകൾക്ക് നല്ലതാണ്, എല്ലുകൾക്ക് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ റീറ്റെയിൽ ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിക്കുക. ഞാൻ ആദ്യം കമ്പനിയെ കുറിച്ച് പറഞ്ഞു, 27 പോയിന്റ് പറഞ്ഞു. അപ്പൊ അത് കമ്പനിയുടെ ഒരു പിക്ചർ ജനങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം മാഗ്നറ്റിക് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, മോർപോറിനെ കുറിച്ച് പറഞ്ഞു, അൾട്രാബെറി കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സമയമുണ്ട്, അതിനകത്ത് നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ? നമ്മള് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും. നമുക്ക് കെമിക്കൽ യുഗത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് ജൈവികമായ രീതിയിൽ നമുക്ക് വരുവാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ടെറാ ടെക്നോളജിയിലൂടെ നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ പേരാണ് ടെറാ ടെക്നോളജി. അഗ്രികൾച്ചറിനകത്തുള്ള ഏറ്റവും വലിയ പ്രകൃതിദത്തമായ രീതിയിലാണ് ഈ ഭൂമിയെ തയ്യാറാക്കുന്ന രീതി. ഇതുമൂലം വെള്ളം, വളം, കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ നീണ്ട 20 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണത്തിന് ശേഷം വികസിപ്പിച്ചെടുത്ത ജൈവ കൃഷി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് ഇത് ടെറാ ടെക്നോളജി എന്ന് പറയും. അതായത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയും മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്കിന്ന് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. 20 വർഷത്തെ നീണ്ട ഗവേഷണത്തിന് ശേഷം, 20 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണത്തിന് ശേഷം വികസിപ്പിച്ചെടുത്ത ജൈവ കൃഷി രീതിയാണ് ഈ ടെറാ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് പറയേണ്ട കാര്യം, ഇത് ജൈവ വസ്തുക്കള്, നൈട്രോജൻ, ഫോസ്ഫറസ് ഇവയുടെ സന്തുലിതമായ ഉപയോഗം. ജൈവ വസ്തുക്കൾ, ഞാൻ ഒന്നുകൂടെ പറയാം, ജൈവ വസ്തുക്കൾ, നൈട്രോജൻ, ഫോസ്ഫറസ് ഇവയുടെ സന്തുലിതമായ ഉപയോഗം. മണ്ണിന്റെ പ്രാകൃതികമായ സ്വഭാവം
നിലനിർത്തുന്നു. മണ്ണിന്റെ പ്രാകൃതികമായ സ്വഭാവം നിലനിർത്തും. അതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകം നൽകുക. ഇതാണ് ടെറ ടെക്നോളജിയുടെ പ്രത്യേകത. മനുഷ്യന് ബോഡിയിൽ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? വളർച്ച വരും. അതുപോലെയാണ് സസ്യങ്ങൾക്കും പോഷകം കുറയുന്നത്. പോഷകം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലയിലൊക്കെ മഞ്ഞ നിറം പറ്റുന്നു, ഇല വളർന്നിരിക്കുന്നു. അപ്പൊ ഇലകൾക്ക്, ചെടിക്ക് പോഷകം കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ പ്രോഡക്റ്റ് FCO ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ, ഈ പ്രോഡക്റ്റ് FCOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ്. FCOയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് G2 G3 സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകതയില്ല. അപ്പൊ നമുക്ക് തരുന്ന ഈ പ്രോഡക്റ്റുകൾ ഈർപ്പമുള്ള മണ്ണിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഈർപ്പമുള്ള മണ്ണിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് നമുക്ക് സോയിൽ ഹെൽത്ത് കെയർ തരുന്നുണ്ട് 500 ml, പ്ലാന്റ് ഹെൽത്ത് കെയർ തരുന്നുണ്ട് 500 ml, ഫ്രൂട്ട് ഹെൽത്ത് കെയർ തരുന്നുണ്ട് 500 ml, ഈ സ്പ്രെഡോ 250 ml, ഈ റിപ്പലന്റ് 250 ml. ഞാൻ ഒന്നുകൂടെ പറയാം, സോയിൽ ഹെൽത്ത് കെയർ തന്നെ ഇരുന്നുകൊണ്ട് ഭൂമിയുടെ ജൈവിക രീതിയിലേക്ക് മാറ്റാൻ, കെമിക്കൽ സ്വഭാവം ഇല്ലാതാക്കാൻ അതായത് നമുക്ക് ഉപയോഗിക്കുന്നതാണ് സോയിൽ ഹെൽത്ത് കെയർ. അത് 500 ml ഒരു ടിന്നായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പം പ്ലാന്റ് ഹെൽത്ത് കെയർ, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇലയുടെ കാര്യത്തിൽ, ചെടിയുടെ കാര്യത്തിൽ 500 ml. അതോടൊപ്പം തന്നെ ഫ്രൂട്ട് ഹെൽത്ത് കെയർ 500 ml വരുന്നു. ഈ സ്പ്രെഡോ 250 ml, ഈ റെപ്പലന്റ് 250. അപ്പൊ നമ്മൾ ഈ പാക്കേജുകൾ 6500 രൂപയാണ് മിനിമം പാക്ക്. 1 ഏക്കർ കൃഷിഭൂമി കൊണ്ട് 6 മാസത്തെ വിളവാണ് എടുക്കുന്നെങ്കിൽ 6500 ഒരു കിറ്റ് എടുത്താൽ പറ്റും. അതിനകത്ത് നമുക്ക് സോയിൽ 2 ബോട്ടില്, പ്ലാന്റ് 2 ബോട്ടില്, ഫ്രൂട്ട് 2 ബോട്ടില്, അതോടൊപ്പം ഈ സ്പ്രെഡോയും ഈ ബയോ റിപ്പലന്റ് നമുക്ക് ഓരോരോ ബോട്ടിൽ വെച്ചാണ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതിപ്പോ നമുക്ക് 1 ഏക്കറിൽ ഭൂമിയുണ്ട്. എന്നാ സമയം 8, 9, 10 മാസത്തേക്ക് വിളവെടുക്കുന്ന കൃഷിയാണെങ്കിൽ 8400 നമുക്ക് 25 PV 2 സെറ്റ് ഇതുപോലെ കിട്ടുന്നു. അതോടൊപ്പം 15 1 ഏക്കറിലും നല്ല രീതി കൂടുതൽ കൃഷിഭൂമിയുള്ളവര് തീർച്ചയായിട്ടും 15900 50 PV എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4000 രൂപയ്ക്ക് ഒരു കിറ്റ് നമുക്ക് അഗ്രികൾച്ചർ കിറ്റുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിലെല്ലാം നമ്മൾ പ്രത്യേകത കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മള് നിലം ഉഴുന്നതിന് ശേഷമാണ്, റെഡിയാക്കി ഈർപ്പമുള്ളതാക്കിയതിന് ശേഷം സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിച്ച്. അപ്പം ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾ ചെടിയൊക്കെ നഷ്ടപ്പെട്ടു, നമ്മളെല്ലാം ചെടി നട്ടു, മറ്റുള്ള കൃഷികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ പോലും എന്നാലും കുഴപ്പമില്ല, നമുക്ക് സോയിൽ ഹെൽത്ത് കെയർ ആദ്യം ഈർപ്പമുള്ള മണ്ണിലേക്ക് 2 ലിറ്റർ സോയിൽ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ജൈവ പോഷകം മണ്ണിനും നൽകുന്ന, മണ്ണിന്റെ ജൈവികമായ കെമിക്കൽ സ്വഭാവത്തെ മാറ്റുവാൻ നമുക്ക് സോയിൽ ഹെൽത്ത് കെയർ, മണ്ണിന്റെ കെമിക്കൽ സ്വഭാവത്തെ മാറ്റുവാനാണ് നമ്മൾ സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, ചെടിയുടെ തായ് വേരുകൾക്ക് ശക്തി പ്രാപിക്കുക. അതായത് ചെടികളുടെ തായ് വേരുകൾ, നമ്മുടെ ശരീരത്തെ മസിൽസ്, നമ്മുടെ മസിൽസുകൾ എനർജറ്റിക് ആകുമ്പോഴാണ് നമ്മുടെ ബോഡി എനർജറ്റിക് ആവുന്നത്. അപ്പൊ മസിൽസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ തായ് വേരുകൾക്ക് ശക്തി പകർത്തുന്ന ഒരു മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനും ഈ പ്രോഡക്റ്റുകൾ നമ്മൾ സോയിൽ ഹെൽത്ത് ഉപയോഗിക്കുന്നു. പ്രത്യേകം പറയാ, ചെടികളുടെ തായ് വേരുകൾക്ക് ശക്തി പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനും നമുക്ക് ഈ പ്രോഡക്റ്റ് സോയിൽ ഹെൽത്ത് ഇത് ഇലയുടെയും ചെടിയുടെയും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഇലയുടെയും ചെടിയുടെയും വളർച്ചയെ നമുക്ക് ത്വരിതപ്പെടുത്തുവാൻ സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ സോയിൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്ത് ചെടിയുടെ രോഗാണുമുക്തമാക്കുന്നു. അസുഖമില്ലാത്ത ഒരു ചെടിയായിട്ട് അത് വളരുവാൻ സോയിൽ ഹെൽത്ത് കെയർ സാധിക്കുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യത്തിനും നല്ല ഉൽപാദന ശേഷി ഉള്ളതാക്കാൻ, ചെടിയെയും ഈർപ്പം നിലനിർത്താനും രോഗമുക്തമാക്കുവാനും നല്ല വിളവ് നൽകുന്നതിനും നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നതിന് സോയിൽ ഹെൽത്ത് കെയർ നമ്മളെ സഹായിക്കുന്നു. ഇതാണ് മേജർ ഫീച്ചേഴ്സ് സോയിൽ ഹെൽത്ത് കെയറിന്റെ നമുക്ക് പറയുവാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിരയുടെ ഡെവലപ്മെന്റ്. നമുക്കൊരു മണ്ണിരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 8 ഗ്രാം മണ്ണും 2 ഗ്രാം അതർ ഐറ്റംസ് അതിന്റെ ഭക്ഷണം. അത് അത്രയും വിസർജ്യമായിട്ട് പുറത്തു കളയുന്നു. അപ്പം നമ്മളൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ എന്തോ നനഞ്ഞ മണ്ണുകൾ നമ്മൾ കൃഷി, അതാണ് മണ്ണിരയുടെ വിസർജ്യമാണ്. അപ്പൊ അത് ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ പറ്റൂ. അതായത് കെമിക്കൽ സ്വഭാവമുള്ള രീതിയിൽ നമ്മൾ മണ്ണിൽ ഇരിക്കുകയാണെങ്കിൽ മണ്ണിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല, ബാക്ടീരിയ ഡെവലപ്മെന്റ് ആകത്തില്ല. അതുപോലെ നമുക്ക് മണ്ണിന്റെ ഓക്സിജൻ ലെവൽ, അതിന്റെ pH ലെവൽ, ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനെല്ലാം സഹായിക്കാൻ നമുക്ക് ഈ പ്രോഡക്റ്റിൽ നമ്മൾ സോയിൽ ഹെൽത്ത് ഉപയോഗിച്ച് ജൈവികമായിട്ട് നമുക്ക് കൃഷി മണ്ണിനെ തയ്യാറാക്കാൻ നമുക്ക് പറ്റും. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? വിളവ് നമ്മൾ ഏതെങ്കിലും ഒരു കൃഷി, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ
ഗാർഡനിങ് ഒക്കെ നടത്തുന്നവരുണ്ട്. ചെടികളൊക്കെ നട്ടതിന് ശേഷമാണെങ്കിൽ പോലും മണ്ണിന്റെ ഈർപ്പം അതുപോലെ അല്ല, നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുവാണെങ്കിൽ തന്നെ നമ്മൾ നിലത്തെ ഉഴുന്ന് ആ മണ്ണൊന്ന് ഇളക്കി ചെറിയ രീതിയിൽ നമ്മൾ അതിനകത്ത് ഈർപ്പം കൊടുത്തുകൊണ്ട് ഈ സോയിൽ ഹെൽത്ത് കെയർ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു പമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 ലിറ്ററിന്റെ പമ്പ് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ 10 ml മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ ഹെൽത്ത് കെയർ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഇപ്പൊ ആദ്യത്തെ ഒരു വർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും 3 മാസത്തിലൊരിക്കൽ സോയിൽ കൊടുക്കുന്നത് ഉത്തമമാണ്. കാരണം മണ്ണ് ഒരു കെമിക്കൽ സ്വഭാവത്തോട് നിൽക്കുക. അതിനെ ജൈവികമായിട്ട് മാറ്റണമെങ്കിൽ ആദ്യത്തെ ഒരു വർഷം 3 മാസം കൂടുമ്പോൾ ഈ സോയിൽ ഹെൽത്ത് കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അതിനുശേഷം നമുക്ക് 6 മാസത്തിലൊരിക്കൽ സോയിൽ ഹെൽത്ത് കെയർ കൊടുത്താൽ മതിയാവുന്നതാണ്. ഇപ്പൊ 6 മാസം കൊണ്ടുള്ള പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളവെടുക്കുമ്പോൾ പിന്നെ നമ്മൾ അതുപോലെ നെൽകൃഷി ഇതിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സോയിൽ ആദ്യം തന്നെ കൊടുത്തുകൊണ്ട് ആ കൃഷി കംപ്ലീറ്റ് ആക്കി അടുത്ത വിളവെടുക്കുമ്പോൾ മാത്രം രണ്ടാമത് നമുക്ക് സോയിൽ കൊടുത്താൽ മതിയാവും. അപ്പൊ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഈ സോയിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്കൊരു 4 ഇല വന്നതിന് ശേഷം 4 മുതൽ 5 ഇല വന്നതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ഹെൽത്ത് കെയറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സിങ്ക്, ഒരു ചെടിക്ക് പോഷകം നൽകുക, രോഗാണുക്കളിൽ നിന്ന് നമ്മൾ ചെടികളെ. അടുത്താണ് അയൺ നമ്മുടെ ബോഡിക്ക് വേണം, നമ്മുടെ ബോഡിക്ക് 4 ഗ്രാം അയൺ ഉണ്ട്. അതുപോലെ ഈ പ്ലാന്റ് ഹെൽത്ത് കെയറിൽ നമ്മൾ അയൺ, അതാണ് ചെടിയുടെ ആരോഗ്യത്താണ് പ്രധാനം ചെയ്യുന്നത്. മാഗ്നീഷ്യം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ വേണമാണ്. അപ്പം പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ പഴവർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് പൊട്ടാഷ്യം, നമ്മുടെ ഏത്തക്കായിലൊക്കെ ഏത്തപ്പഴത്തിലൊക്കെ നല്ല രീതിയിൽ പൊട്ടാഷ്യം മാഗ്നീഷ്യം ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം തരുന്ന പോലെ ചെടികൾക്ക് ആരോഗ്യം നൽകാൻ മഗ്നീഷ്യം വേണം. അതോടൊപ്പം മോളിബ്ഡിൻ വേണം. സൾഫർ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓവറോൾ മെറ്റബോളിസത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കോപ്പർ അത് ഇതിനകത്തുണ്ട്, പ്ലാന്റ് ഹെൽത്ത് കെയറിലുണ്ട്. സിങ്ക്, അപ്പൊ ഒന്നുകൂടെ പറയാൻ ഞാൻ എന്തൊക്കെയാണ് പ്ലാന്റ് ഹെൽത്ത് കെയറിലുള്ള ഇൻഗ്രീഡിയൻസ്. 1 സിങ്ക്, 2 അയൺ, 3 മഗ്നീഷ്യം, മോളിബ്ഡിനം, അതോടെ തന്നെ കോപ്പർ. അതായത് കൃത്യമായ വിത്ത് ഫലങ്ങൾ നൽകുന്ന രീതിയിൽ ചെടിയെ തയ്യാറാക്കുവാൻ കോപ്പർ സഹായിക്കുന്നു. ഇവയെല്ലാം ചെടിയുടെ പൂർണ്ണ ആരോഗ്യത്തിലൂടെ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നു. അതാണ് നമുക്ക് കോപ്പർ അതിനകത്ത് നമുക്ക് ഈ 4-5 ഇല വന്നതിന് ശേഷം നമ്മൾ ഈർപ്പമുള്ള ഭൂമിയിലേക്ക് നമ്മൾ ചെടിയിലേക്ക് നമ്മൾ 2 ml പ്ലാന്റ് ഹെൽത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു. 2 ml പ്ലാന്റ് ഹെൽത്ത് 1 ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ വളർച്ച നമുക്ക് 15 ദിവസത്തിനകത്ത് തന്നെ, സോയിൽ ഉപയോഗിച്ച് 15 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ച, ചെടികൾക്ക് ആരോഗ്യം, എനർജി, നല്ല പച്ചിപ്പ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നലെ തന്നെ ഞാൻ ഗുജറാത്തിലെ കൃഷിയുടെ വർക്ക് ചെയ്യുന്ന ആ വ്യക്തിയുമായിട്ട് നമ്മൾ ട്രെയിനറൂടെയാണ്. അപ്പൊ ആ സാറുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് എന്തൊരു റിസൾട്ടാണ് നമ്മുടെ അഗ്രികൾച്ചറിന്, നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇറക്കുന്ന എല്ലാ പ്രോഡക്റ്റും റിസൾട്ടാണ്. അഗ്രികൾച്ചറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, കൃഷി എന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന 40 to 50% ഗ്രോത്ത് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് കൊണ്ട് തരുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം തരുന്നു. കാരണം ഇന്നലെ ഞാൻ നെയ്യുടെ ഒരു ഫോട്ടോ ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടപ്പോൾ നെയ്യ് എങ്ങനെ ഉണ്ട്, നല്ലതല്ലേ? ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല നെയ്യാണെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അഗ്രികൾച്ചറിനോട് സംസാരിച്ചപ്പം പറഞ്ഞു ഹെവി റിസൾട്ട് തരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതാണ് നമ്മുടെ ഫ്രൂട്ട് ഹെൽത്ത് കെയർ. ഫ്രൂട്ട് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഓർത്തോസിലിസിക് ആസിഡ് ഫോർ സോയിൽ, ഓർത്തോസിലിസിക് ആസിഡ് ഫോർ പ്ലാന്റ്സ്. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടത് കമ്പനി നമുക്ക്. ഒരുതരം സിലിക്കോൺ ആണ് ഇത്. മണ്ണിന്റെ ആരോഗ്യം, ചെടിയുടെ വളർച്ച, പൂവ്, കായ, നല്ല പൂക്കൾ വരുവാന് ഈ ഫ്രൂട്ട് ഹെൽത്ത് കെയർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം സോയിലിന് ആരോഗ്യം കൊടുത്തു, നമ്മൾ അത് കഴിഞ്ഞ് പ്ലാന്റിനെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് പൂവാണ്, വിത്തും കായ്കളും വേണം, പൂക്കളും വേണം. അപ്പൊ അതിന് നമുക്ക് സോയിൽ ഹെൽത്ത് കെയർ ഫ്രൂട്ട് ഹെൽത്ത് കെയർ നമുക്ക് വളരെ ഇത് ചെടിയുടെ ഫംഗസ്, ബാക്ടീരിയ ആക്രമണം ചെറുക്കുന്നു. നല്ല പൂവ്, നല്ല ഇതുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ നല്ല കളറുള്ള പൂവ്, നല്ല സൈസിൽ വരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള സെൽ വോളുകൾ ഉണ്ടാക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ചെടിയുടെ ഫംഗസ്, ബാക്ടീരിയ ആക്രമണങ്ങളെ ചെറുക്കുവാന് നമുക്ക് ഫ്രൂട്ട് ഹെൽത്ത് കെയർ സഹായിക്കുന്നു. നല്ല പൂ വരുന്നുണ്ട്, നല്ല ഇതള് വരുന്നുണ്ട്, നല്ല ഫലങ്ങൾ വരുന്നുണ്ട്, അതോടൊപ്പം നല്ല കളറുള്ള പൂവുകൾ വരുന്നുണ്ട്, സൈസ് കൂടുന്നു, സെൽ ഹോളുകൾ ശക്തി പ്രാപിക്കുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട് ക്രാക്ക് എന്ന് പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നും നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റംബൂട്ടാനൊക്കെ ഉണ്ട്, അപ്പം ചിലപ്പോൾ ഇറന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ആ സ്ട്രെങ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തടയിടുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് സ്പ്രേ ചെയ്യാം. ഫ്രൂട്ട് ഹെൽത്ത് കെയർ 2 ml വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ചില പ്രോഡക്റ്റ് കൃഷി ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഈ പ്ലാന്റ് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് വരാൻ തുടങ്ങും.
അപ്പൊ നമുക്ക് വരുന്ന ഒരു നഷ്ടം എന്താണ്? പ്ലാന്റ് അവിടെ ഇരുന്ന് പോകും, ഫ്രൂട്ട് നമുക്ക് കൂടുതലായിട്ട് യൂസേജ് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 ml പ്ലാന്റും 1 ml ഫ്രൂട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് പൂവോ കായോ വരുന്ന ചെടികൾ ഉണ്ടാകാം. അപ്പൊ അത് വരുമ്പോഴും നമ്മൾ 1 ml ഫ്രൂട്ടും 1 ml പ്ലാന്റും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്പ്രേ ചെയ്യാൻ പറ്റും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് ഓരോ 15 ദിവസം കൂടുമ്പോഴും, 6 മാസത്തിലെ വിളവാണെങ്കിൽ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ ചെയ്യാം. അതോടൊപ്പം തന്നെ 1 വർഷത്തിന് മേളിലൊക്കെ ആണെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്താലും നമുക്ക് മതിയാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വളർച്ച നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാകാൻ ഇപ്പൊ ചീര കൃഷി ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വിളവുകൾ കിട്ടാൻ പെട്ടെന്ന് ചീര വളരെ ഇതൊക്കെ ചെയ്യും. അങ്ങനെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കേരളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ നെൽകൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് എന്ന് പറയാം, നെൽകൃഷിയെ കുറിച്ച് നമ്മുടെ വയലിൽ സജ്ജമാക്കി ഉഴുന്ന് സജ്ജമാക്കി വെള്ളം ഇട്ടുന്ന. പക്ഷെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ 4 വരമ്പുകളും നമ്മൾ കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയിൽ ഇടുന്ന വളം, ഈ ലിക്വിഡ് വളം അടുത്ത കർഷകന്റെ കൃഷിഭൂമിയിലേക്ക് ഒലിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അധികം മഴയുള്ള ദിവസം നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതെ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം കൃഷിഭൂമി റെഡിയാക്കി സോയിൽ ഇടുക, 2 ml 1 ലിറ്റർ വെള്ളത്തിൽ. ഇപ്പൊ നമ്മൾ 1 ഏക്കർ കൃഷിഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം 200 ലിറ്ററിന്റെ ഒരു ഡ്രം എടുക്കുക, ഡ്രമ്മിലിട്ട് 500 ml ഒരു സോയിൽ ഹെൽത്ത് കെയർ അങ്ങ് മിക്സ് ചെയ്യാം. അതിനുശേഷം ആ വെള്ളത്തോടൊപ്പം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഞാറ് നടുന്നതിന് മുമ്പ് നമ്മുടെ കൃഷിഭൂമിയിൽ സോയിൽ ഹെൽത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഞാറ് നടുക. ഞാറ് നട്ട് ഒരു 1/2 ഫീറ്റിന് മേളിലേക്ക് ഉയർച്ച വരുമ്പോഴും പെട്ടെന്ന് ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പ്ലാന്റ് ഹെൽത്ത് കെയർ വീണ്ടും അത് വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് ഒരു 700 ലിറ്ററിന്റെ ഒരു ഡ്രം എടുത്തുകൊണ്ട് അതിനകത്ത് നമ്മൾ 500 ml ഒരു ബോട്ടിൽ മിക്സ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെല്ല് വരാൻ തുടങ്ങും. നെല്ല് ചെറുതായിട്ട് വരാൻ തുടങ്ങും. വളർച്ച ഭയങ്കര സ്പീഡാണ്. അത് നമ്മൾ നെല്ല് വരാൻ തുടങ്ങും. പ്ലാന്റ് നമുക്ക് 2 ബോട്ടിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ഈ പ്ലാന്റ് 2 മാസം കൊണ്ട് നമുക്ക് പ്ലാന്റ് കൊടുക്കാൻ പറ്റും. പ്ലാന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനെ പ്ലാന്റ് അങ്ങ് തീരും. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട് എടുക്കുമ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് നെല്ലിലേക്ക് കൊടുക്കണം. അതായത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ആ രീതിയിൽ കണക്കിൽ നമ്മൾ എടുത്തുകൊണ്ട് സ്പ്രേ ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നെല്ലിനകത്ത് പതിരാകുന്നു, നെല്ലിന്റെ വളർച്ച, നെൽമണിക്ക് നല്ല വെയിറ്റ് വരുന്നു, അതോടൊപ്പം നെൽമണിക്ക് നല്ല കളർ വരുന്നു. അപ്പൊ ഇതെല്ലാം വരുമ്പോഴും നെല്ല് പ്രൊഡക്ടിവിറ്റി കൂടുന്നു. 40 to 50% പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അപ്പൊ അതോടൊപ്പം മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. അപ്പൊ നമുക്ക് ജലസേചനം കുറയുന്നു. അപ്പൊ പലരും ചോദിക്കുന്നത്, സാറേ ഇതിന് ഭയങ്കര വിലയാണ്. നമ്മൾ നോക്കുക, നമ്മൾ ജലസേചനം കുറയുമ്പോൾ നമ്മുടെ മോട്ടർ നമ്മൾ ഈർപ്പത്തെ നിലനിർത്തുമ്പോൾ നമ്മുടെ മോട്ടർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു പറയുന്നു. അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ പറ്റും കർഷകനെ സംബന്ധിച്ച്. നല്ല രുചിയുള്ള പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ 1 കിലോയ്ക്ക് ഫോർ എക്സാമ്പിൾ 20 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രുചിയുള്ള പ്രോഡക്റ്റ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത് 10 റുപ്യ കൂടുതൽ കിട്ടും. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൂടുന്നു. 40 to 50% പ്രൊഡക്റ്റ് കൂട്ടും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ലാഭമല്ലേ? നല്ല രുചിയുള്ള പ്രോഡക്റ്റ് തരുന്നില്ലേ? മനുഷ്യന്റെ ആരോഗ്യം ഇതുമൂലം കെമിക്കൽ ഫുഡുകൾ കെമിക്കൽ കൃഷി നടത്തുന്ന ആ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ആരോഗ്യം നശിക്കത്തില്ലേ? അപ്പൊ ഇതിനെല്ലാം നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പൊ നമ്മുടെ ജൈവ കൃഷിയുടെ പ്രോഡക്റ്റ് നമ്മൾ ഒറ്റയടിക്കുമ്പോൾ ചിലവർ 6,500 രൂപ അല്ലെ 8,500 രൂപ വേണ്ടി സാറിന് ഭയങ്കര വിലയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മറുപടി നമുക്കൊരു ഏത് കർഷകനും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഡെമോ കാണിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി, ഇതിപ്പം 2 പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ ഞാൻ ഈ സ്പോട്ടോ ഈ ബയോറെപ്പലന്റ് പറയുന്ന ഡെമോ കാണിക്കുന്ന രീതിയോടെ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം മാഗ്നറ്റിക് പ്രോഡക്റ്റിനെ ഡെമോ കാണിക്കുന്നത്. അപ്പം ഇതിന്റെ ഡെമോ നമ്മൾ എങ്ങനെ കാണിക്കും? 1 ml സോയിൽ എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ 1 ml സോയിൽ എടുക്കുക, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1/2 ml ഈ സ്പോട്ടോ. ഒന്നുകൂടെ പറയാം, 1 ml സോയില്, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1/2 ml ഈ സ്പോട്ടോ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 8-10 കർഷകരുടെ ഏരിയകളിലേക്ക് നമ്മൾ ആദ്യം അവരെ കണ്ടെത്തിയതിനു ശേഷം ഞങ്ങളുടെ ഒരു ടെക്നോളജി ഉണ്ട്, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഞാനൊരു ഡെമോ കാണിക്കാൻ പറ്റുമെന്ന് പറയും. ഇത് നമ്മൾ ആദ്യം ആ ഏരിയ ഒന്ന് നനച്ചതിന് ശേഷം അവിടെ ഒരു 10% ഏരിയയിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മൾ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് സ്പ്രേ ചെയ്യാം, വലത്ത് നിന്ന് ഇടത്തോട്ട് സ്പ്രേ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക. ആദ്യം നമ്മൾ ആ വീഡിയോ എടുക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമുക്കൊന്ന് മാറ്റം എന്താണ്. അപ്പൊ ആ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കർഷകന് മനസ്സിലാകും ഈ പ്രോഡക്റ്റ് കൊണ്ട് ഇലയ്ക്ക് നല്ല ആരോഗ്യം വരുന്നുണ്ട്, ഇപ്പൊ ഇല നല്ല രീതി. ഇപ്പം നമ്മൾ ഒരാൾക്ക് 1 ലിറ്റർ എടുത്തുകൊണ്ട് ഒരു കർഷകന് മാത്രമേ ഉള്ളൂ. ഒരു 10 കർഷകരെയിൽ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരിലേക്ക് ഈ സാമ്പിൾ വെടിക്കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സാമ്പിളായിട്ട് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഗ്രോത്ത് മനസ്സിലാക്കി കഴിയും. അപ്പൊ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുകയും നമ്മൾ കറണ്ട് ബില്ല് കുറയുകയും മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുകയും മണ്ണിരയുടെ ജനറേറ്റ്
ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള പച്ചക്കറികൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ആകർഷമാകും. അവർക്ക് ആ പ്രൊഡക്ടിവിറ്റി കാണിച്ചു കൊടുക്കണം. ഒരു 15 ദിവസം കൊണ്ട് പോലും പ്രൊഡക്ടിവിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്പ്രെഡോയും ബയോ റിപ്പലന്റ്, അതായത് നമുക്ക് കൊടുക്കേണ്ടത് ഓരോ 15 സമാവാസിക്കും പൗർണമിക്കും മുമ്പ് ആണ് ഈ പ്രോഡക്റ്റ് നമ്മൾ 1/2 ml ഈ സ്പ്രെഡോയും 2 ml ഈ ബയോ റിപ്പലന്റ് 1 ലിറ്റർ വെള്ളത്തിൽ ഒന്നിച്ച് മിക്സ് ചെയ്യണം. രണ്ടുകൂടെ ഒന്നിച്ച് പ്രാണികളിൽ നിന്ന് സംരക്ഷണം, അതിന്റെ ശ്വസന പ്രക്രിയ തയ്യാറപ്പെടുത്തുന്നു, അതിന്റെ വിശപ്പ് കുറയ്ക്കുന്നു, അതിന്റെ സഞ്ചാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറുമ്പുള്ളിടത്ത് പോലെ ഇപ്പൊ മാവിലൊക്കെ ഉറുമ്പ് കാണാറുണ്ട്. അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉറുമ്പിനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ സ്പ്രെഡോയും 1/2 ml ഈ സ്പ്രെഡോ 2 ml ബയോ റിപ്പലന്റ് ഇത് രണ്ടുകൂടെ നമ്മൾ ഒന്നിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. അല്ല നമ്മൾ പ്രാണികളെ കൊല്ലുന്നില്ല, പ്രാണികളുടെ ഓരോ പ്രവർത്തനങ്ങളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അത് അമാവാസിക്കും പൗർണമിക്കുമാണ് സാധാരണ അണ്ടവിസർജനം നടത്തുന്നത് പ്രാണികൾ. അതിന് 2 ദിവസം മുമ്പ് നമ്മൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ അണ്ടവിസർജനത്തെ നമുക്ക് കറക്റ്റായിട്ട് പ്രിവെന്റ് ചെയ്യാൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കീടങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ഈ കൃഷിയെ ഈ ചെടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇപ്പൊ നിരവധി ആൾക്കാരുണ്ട് ഗാർഡനിങ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മളൊരു കെമിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരാളെ ജോലിക്ക് നിർത്തണം. അപ്പോൾ 1000 രൂപ 1200 രൂപ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അത് ഫുള്ളായിട്ട് അത് ചെയ്യാൻ പറ്റൂ. അതേസമയം ഓണർക്ക് തന്നെ നമുക്ക് സോയിൽ ഹെൽത്തർ ഉപയോഗിക്കാം, പ്ലാന്റ് ഉപയോഗിക്കാം, ഫ്രൂട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂവും കായുള്ള നല്ല ഒരു ഗാർഡൻ ജൈവികമായ രീതിയിൽ നമുക്ക് മനുഷ്യനെ ഉപയോഗിക്കാം. അതിന് ശ്വസിച്ചാൽ പോലും മനുഷ്യന് ബുദ്ധിമുട്ടുന്ന കെമിക്കൽ വരുമ്പോൾ നമ്മൾ ശ്വസിച്ചാൽ തന്നെ പലർക്കും പല രീതിയിലുള്ള അലർജി ഇതെല്ലാം ഉണ്ട്. അപ്പൊ ആ ഗാർഡൻ ചെയ്യുന്ന ഒരുവിധം നല്ല രീതിയിൽ ഗാർഡൻ ചെയ്ത് 3 വർഷത്തെ എക്സ്പയറി ആണ് ഈ പ്രോഡക്റ്റിനുള്ളത്. അപ്പൊ നമുക്ക് ഗാർഡൻ ഉള്ളവർക്ക് പക്ഷെ ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ട് അടക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കട്ടിയായി. ഇപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലിക്വിഡ് ആണ്, ലിക്വിഡ് ഏത് ലിക്വിഡ് ആയാലും തുറന്നു കഴിഞ്ഞാൽ അത് എയർ പോയി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടിയാവാറുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എയർ ടൈറ്റ് ആയിട്ട് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗാർഡൻ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ബോഗൻവില്ലയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അതിന്റെ ചോട്ടിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതോടൊപ്പം തന്നെ പ്ലാന്റിന്റെ ഉപയോഗം അതിനകത്ത് കുറയ്ക്കണം. കാരണം കൂടുതൽ ഇലകൾ വന്നു കഴിഞ്ഞാൽ പൂള് കുറച്ചേ വരത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ പ്ലാന്റിന്റെ ഉപയോഗം വളരെ അതിനകത്ത് പ്ലാന്റ് ഹെൽത്ത് കെയർ കുറച്ചുകൊണ്ട് ഈ സോയിൽ ഹെൽത്ത് കെയർ ഫ്രൂട്ട് ഹെൽത്ത് കെയറിനൊക്കെ നമുക്ക് കൂടുതൽ പ്രാമുഖ്യം ബോഗൻവില്ലയ്ക്ക് കൊടുക്കണം. അതോടെ ഓർക്കിഡിനകത്ത് സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ കൂടി ആ നാമ്പിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി നമ്മൾ നോർമലായിട്ട് ചെയ്യാം. അപ്പം കായ്ക്കാത്ത പ്ലാവുകളുണ്ട്, എത്രയോ പ്ലാവുകൾക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കായ്ഫലം വരാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മാവുണ്ട്, ഉണങ്ങി നിൽക്കുന്ന മാവുകൾ പോലും ഇന്ന് കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിത് കേട്ടുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് കാര്യമില്ല. കാരണം അത് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം ഈ പ്രോഡക്റ്റുകൾ മനുഷ്യന് ഏറ്റവും ആവശ്യമാണ്. നല്ല പച്ചക്കറി കിട്ടുക, നല്ല ആഹാരം കിട്ടുക. അപ്പൊ അത് കിട്ടുമ്പോൾ ആരും നമ്മൾ ഈ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ജൈവ കൃഷിയിൽ നമ്മൾ ഈ കൂടുതൽ ശ്രദ്ധ പ്രാപിക്കുക. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് 2-3 പ്രോഡക്റ്റ് അടിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടും. നമ്മളിത് ഇറങ്ങണം, നമ്മൾ തുനിഞ്ഞിറങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 6,40,932 വില്ലേജുകളാണ് ഇന്ത്യയിലുള്ളത്. ആ വില്ലേജുകൾ ഓരോ ജില്ലയിലും 7000 ഏക്കർ കൃഷിഭൂമി ഉണ്ടെന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. അപ്പൊ ഇവിടെയെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലേ? എല്ലാം നമ്മൾ ആദ്യ രീതിയിൽ നമ്മൾക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത ഡിസംബർ വരെ ഞാൻ കേരളത്തിലുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻഹൗസ് ട്രെയിനിങ് പോലും തരുവാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഇന്നലെ മനോജ് സാറുമായിട്ട് സംസാരിച്ചു. സാർ ഇതെല്ലാം കുറഞ്ഞ് എനിക്ക് സാറിന്റെ ട്രെയിനിങ് വേണം. ഞാൻ തീർച്ചയായിട്ടും ഇൻഹൗസ് ട്രെയിനിങ് ഞാൻ ഡിസംബർ വരെയുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പഠിപ്പിച്ചെടുക്കുക, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ശക്തി പകരുക. അപ്പൊ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് റീപർച്ചേസിന് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ ജോലി എന്താണ്? യൂസറായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പ്രൊമോട്ടറായിട്ട് ലീഡറോടൊപ്പം വർക്ക് ചെയ്ത് ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളത്. അല്ലാതെ നമ്മൾ എപ്പോഴും ലീഡറെ കൈപിടിച്ച് നമ്മൾ വർക്കിന് പോയി കഴിഞ്ഞാൽ അത് ലീഡറുടെ ബിസിനസ്സാണ്. നമ്മുടെ സ്വന്തം ബിസിനസ്സായിട്ട് നമ്മൾ ഇത് എങ്ങനെ മാറ്റുന്നു, അവിടെയാണ് നമ്മൾ വരാൻ തുടങ്ങുന്നത്. കാരണം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ലീഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ടുള്ള 10-20 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ ഡിസ്ട്രിബ്യൂട്ടർ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പൊ ചില സമയത്ത് നമുക്ക് അർജന്റ് ആയിട്ടൊരു വർക്കുണ്ട്, നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോഴെന്താണ് നമ്മുടെ കൂടെയും 100 കണക്കിന് വ്യക്തികൾ നമ്മൾ അസോസിയേറ്റ് അവരെയും പഠിപ്പിച്ചെടുക്കുക.
ഇപ്പൊ നമ്മളെ ഒരു കുടുംബത്തിൽ തൊഴിലില്ലാത്തവരുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, ഇവരെല്ലാം നമ്മൾ പിടിച്ചുയർത്താൻ സാഗർ ജോഷി സാർ നമ്മളിലേക്ക് പ്രോഡക്റ്റ് തന്നിരിക്കുന്നു. നമ്മുടെ ജോലി എന്താണ്? മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കുടുംബങ്ങളിലേക്ക്, ഒരു MLA-ക്കോ ഒരു MP-ക്കോ ഒരു മന്ത്രിക്കോ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ ഇന്ത്യയിലെ തൊഴിൽ ദാതാക്കളായിട്ട് മാറുകയാണ്. ആ കാര്യം നമ്മൾ മറക്കരുത്. കാരണം എത്രയും പേരെ നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സോഫ്റ്റ്വെയർ, റീപർച്ചേസ്, ഇതെല്ലാം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണം. അപ്പോഴാണ് അവർക്ക് വളർച്ച ഉണ്ടാകുന്നത്. ആ വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഓരോ വ്യക്തിയിലേക്ക് അതിന്റെ ഉന്നമനത്തിലേക്ക് നീങ്ങുവാൻ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് തന്നു കഴിഞ്ഞു. പക്ഷെ അതിനെ നമ്മൾ കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്യുക. അപ്പൊ അതിനുള്ള ഇന്നോസ് ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തും. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ മോർപ്പവർ നടത്തുന്നു. ഓരോ പ്രോഡക്റ്റ് റീപർച്ചേസിൽ നമുക്ക് ഇങ്ങനെ വരുമാനം, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇന്നൊരു ടീമിൽ 15 റീപർച്ചേസ് ഉണ്ട്, 15 ആക്ടിവേഷൻ വന്നു, ഒരു ലീഡറാണ് ഇതെല്ലാം എൻട്രി ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ആദ്യം പഠിപ്പിക്കുക, റീപർച്ചേസ് എൻട്രി ചെയ്യണം, ബെനിഫിഷ്യറി ആഡ് ചെയ്ത് എങ്ങനെ പണം ഡെപ്പോസിറ്റ് ചെയ്യണം, ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് റീപർച്ചേസ് പഠിപ്പിക്കുക. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഡെലിവറി അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു കെയർഫുൾ ആയിട്ട്, കാരണം അത് കൊറിയർ വഴിയാണ് കമ്പനി അയച്ചിരുന്നത്. അപ്പൊ അഡ്രസ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഡെലിവറി കിട്ടിയില്ലെങ്കിൽ 250 രൂപ പോകും. പിന്നെ അഡ്രസ് ചേഞ്ച് 236 രൂപ വീണ്ടും അടയ്ക്കണം. ഇതെല്ലാം നമുക്ക് ചെലവ് വരുന്നത്. പക്ഷെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നത് 1, 2, 3 പ്രാവശ്യം നമ്മളിത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ വ്യക്തികൾ ചെയ്യും. അവർക്ക് കൂടുതൽ ബിസിനസ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വനിതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവര് കുടുംബജീവിതത്തിലേക്ക് വന്നു, കുട്ടികളായി, അവർ 4-5 വർഷം വീട്ടിൽ തന്നെ ഇരിക്കണം. കുട്ടി വലുതായെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് ഈ പ്രോഡക്റ്റിനെ വിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് ആൾക്കാർ എല്ലാവരിലേക്കും തൊഴിലെത്തിക്കുക, എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കുക. അപ്പൊ ആ കുടുംബത്തില് വരുമാനം വരുമ്പോഴാണ് സന്തോഷം വരുന്നത്. ആ വരുമാനം വരുമ്പോൾ കുടുംബത്തിന്റെ ലെവല് മാറും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാഗർ ജോഷി സാർക്ക് നമുക്കൊരു സുവർണ അവസരം തന്നിരിക്കുകയാണ്. പക്ഷെ അതിനെ എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. അത് പൂർണ്ണമായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിലും, കേരളത്തിലെ ഓരോ കുടുംബത്തിലും എല്ലാവർക്കും നമുക്ക് തൊഴിൽ കൊടുക്കുവാൻ നമുക്ക് ഗവൺമെന്റ് ജോലി വേണ്ട. വീട്ടിലിരുന്നു കൊണ്ട്, എവിടെ ഇരുന്നുകൊണ്ട്, നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും, നമ്മൾ എവിടെ പോകുമ്പോഴും, ഒരു കല്യാണ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊരു സുവർണ അവസരം നമുക്ക് തന്നപ്പോൾ അതിനെ വിനിയോഗിക്കുവാൻ നമ്മൾ മറക്കരുതെന്ന് പറയണം. കാരണം നമുക്ക് ഒരാൾക്കൊരു തൊഴിൽ കൊടുക്കുവാൻ, നമുക്ക് ഒരാളൊരു കുടുംബത്തിൽ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ട് ഇത് മാറും. അങ്ങനെ ഈ ബൈട്ടോറി നെറ്റ്വർക്ക് കമ്പനി നമ്മൾ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ട് നമ്മളെ കൂടെ വരുന്നവർക്ക് കൈപിടിച്ചു ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരവസരം ജഗദീശ്വരൻ തരട്ടെ. കാരണം ധീരുഭായ് അംബാനി കുറിച്ച് നിങ്ങൾക്കറിയാം. ജിയോയുടെ ഫൗണ്ടർ ധീരുഭായ് അംബാനി ഒരു പെട്രോൾ പമ്പിലെ പെട്രോൾ ജീവനക്കാരനായി നിന്നുകൊണ്ട് ഇന്ന് ലോകമറിയപ്പെടുന്ന വ്യവസായിയായി മാറുന്നു. ഡോക്ടർ സാഗർ ജോഷി സാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നമ്മുടെ വന്ന് ഒരു ദരിദ്രനായിട്ട് ജനിച്ച, നമ്മൾ ദരിദ്രനായിട്ട് മരിക്കാതെ ഒരു പണക്കാരനായിട്ട് മരിക്കാൻ, ഒരു ധനികനായി മരിക്കുവാൻ, ലോകമറിയുന്ന ഒരു വ്യക്തിയായിട്ട് മരിക്കുവാൻ നമുക്ക് ജഗദീശ്വരൻ സഹായിക്കണം. അങ്ങനെ സാഗർ ജോഷി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വിദഗ്ധനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഒരു സിംഹത്തെ പോലെ നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികപരമായ ഉയരം വേണം, ആരോഗ്യപരമായ ഉന്നമനം വേണം. ഇതിനെല്ലാം ഭരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റായിട്ട് ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാറട്ടെ. ഈ ബയോട്ടോറിയം കമ്പനി നമുക്ക് അങ്ങനെ തന്നെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ജ്യോതിഷ് സാർ. കാരണം അദ്ദേഹം കമ്പനിയുടെ പ്രൊഫൈല് തൊട്ട് മെയിൻ പ്രോഡക്ട്സ് എല്ലാം കവർ ചെയ്ത് അവസാനം അഗ്രികൾച്ചർ പ്രോഡക്ട്സിലേക്ക് വരികയും ചെയ്തു. കാരണം അതിനെ ഓരോ രീതിയിൽ ഒരു അധ്യാപകൻ എങ്ങനെ പഠിക്കും, കാരണം നല്ല നല്ല കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിന് മുകളിൽ. അപ്പോൾ ഇനി അധികം സമയം കളയുന്നില്ല. ഇനി ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലും ഒക്കെ സംശയമുണ്ടെങ്കിൽ ജ്യോതിഷ് സാറിനോട് ഡയറക്റ്റ്ലി ചോദിക്കാം. ഈ അവസരം അതിനു വേണ്ടി എടുക്കാം. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യുക. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ജ്യോതിഷ് സാറുമായിട്ട് സംസാരിക്കാം. നമസ്കാരം ജ്യോതിഷ് സാർ. യെസ്, നമസ്കാരം. നമസ്കാരം. പറയും. സാറിന്റെ വാക്കുകള് നല്ലപോലെ ശ്രവിച്ചിട്ടുണ്ട്. അപ്പോ ഞാന് ഇതിനെ ജൈവ കൃഷിയെ കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. വളരെ മനോഹരമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഓഡിയോ അതുള്ള ഗ്രൂപ്പിൽ ഒന്ന് അയച്ചിടുന്നു അല്ലെ, പിന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ സാർ പറഞ്ഞപ്പോ വളരെ വ്യക്തമായിട്ട് അത് ശ്രമിച്ചു.
കാരണം ഇനി വരുന്ന തലമുറക്ക്, നമ്മുടെ മക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ജൈവ കൃഷി തന്നെ വേണം. അല്ലെങ്കിൽ നമ്മളെ എല്ലാം ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ നശിക്കും. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളം എല്ലാം നശിച്ചു പോകും. ഉദാഹരണത്തിന് പറഞ്ഞാൽ വയനാട് നല്ല മനോഹരമായ സ്ഥലമാണ്, ഏറ്റവും ആസ്വദിക്കാനും ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെങ്കിൽ വെള്ളം മോശമാണ്. കേരളത്തില് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന വയനാട്ടിലാണ്. ചായക്ക്, അതുപോലെ കാപ്പി എല്ലാം മരുന്നടിക്കുന്നത്, അതുപോലെ വാഴക്കുല, അതിനൊക്കെ അവിടെ രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുക. വെള്ളം വളരെ മോശമായിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ ഒരു രീതി നമുക്ക് കേരളത്തിന്, നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് നമുക്ക് നല്ലൊരു ജൈവവളം ഇതിലേക്ക് എത്തിച്ച് പ്രൊമോട്ട് ചെയ്ത് ഇതിനെപ്പറ്റി പറഞ്ഞ് ഇതിന് നമുക്ക് നല്ലപോലെ രീതിയിൽ കേരളത്തിനെ രക്ഷിക്കണം. അപ്പോ നല്ല ഇതുണ്ട്. ഇതിന്റെ ഓഡിയോ വീഡിയോ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് സാർ ഷെയർ ചെയ്യണം. അതുകൊണ്ട് അഗ്രികൾച്ചറിന് തന്നെ ഒരു വീഡിയോ ഉണ്ട്, ഞാനതൊന്ന് ഷെയർ ചെയ്തേക്കാം. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാറുണ്ട്, ഇന്നോട് ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു സർ. അടുത്തയാൾ. ഗുഡ് മോർണിംഗ് സാർ, കേൾക്കുന്നുണ്ടോ? സംസാരിച്ചു. ഞാൻ സെന്തിൽകുമാർ, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയാണ്. എനിക്കൊരു സംശയം സാർ ചോദിച്ചതോട്. ഇന്നത്തെ പ്രോഗ്രാമില് ചാക്കോ സാർ വളരെ നല്ല രീതിക്ക് ശാന്തമായി തന്നെ, ഞാൻ ചാക്കോ സാറെ പരിചയമില്ല എങ്കിൽ പോലും ആ വീഡിയോയിൽ കണ്ട ആ ഒരു മുഖം വളരെ സന്തോഷമുണ്ട്. സന്തോഷമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നെന്ന്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നിട്ടുണ്ട്. സന്തോഷം സാർ. അതുപോലെ തന്നെ ജ്യോതി സാർ ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ട്. ഈ ഒരു ടെറർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംശയമാണ് എനിക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത്. അതിന് ഈ അമാവാസ്യക്കും പൗർണമിക്കും മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം സാർ. നമ്മുടെ ഈ പ്രാണികളാണോ അതിന്റെ ശേഷമാണോ, പൗർണമിക്ക് മുന്നിലാണോ ശേഷമാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ ഈ പ്രാണികളുടെ അണ്ടവിസർജനം, പണ്ട് ദിവസം നോക്കുമ്പോൾ കൂടുതൽ പ്രാണികൾ ജനിക്കുന്നത്, അണ്ടവിസർജനം നടക്കുന്നത് അമാവാസ്യക്കും പൗർണമിക്കുമാണ്. അപ്പോഴും നമ്മൾ ഈ പ്രാണികളുടെ നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഈ ഈസ്പ്രഡോയും ബയോ റിപ്പലന്റും കൊണ്ട് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുക. 1/2 ml ഈസ്പ്രഡോയും 2 ml ബയോ റിപ്പലന്റും 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അമാവാസ്യക്കും പൗർണമിക്കും 2 ദിവസം മുമ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാനില്ല. അതുകൊണ്ട് എപ്പോഴും ഇതിന് 2 ദിവസം മുമ്പാണ് ഉപയോഗിക്കേണ്ടത്. ഈ അമാവാസ്യക്കും പൗർണമിക്കുമാണ് അണ്ടവിസർജനം നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ പ്രാണികൾ കൂടുതൽ ജനനം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് മുട്ട ഇത് വരാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അമാവാസ്യക്കും പൗർണമിക്കും 2 ദിവസം മുമ്പ് തന്നെ ഇത് സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ സാറിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ സാർ. അടുത്തയാൾ. ബിന്ദു മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. സാറേ, എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റീപർച്ചേസിനെ കുറിച്ചാണ്. നമ്മുടെ ID വെച്ച ഡേറ്റിനാണല്ലോ നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഈ മാസം എന്റെ 21-ാം തീയതി ആയിരുന്നു, അത് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് എങ്ങനെയാണ് സാറേ അതിന്റെ ഒരു നമ്മൾ റീപർച്ചേസ് ചെയ്യേണ്ടെന്ന് പറയാം. എല്ലാ മാസവും നമുക്ക് ആ ഡേറ്റ്, ഇപ്പം നമ്മുടെ ആക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്ന ആക്ടിവേഷൻ ഡേറ്റ് തരുന്നതെന്ന് പറയാം. എല്ലാവരും അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് തരുന്നത്. അതിന് മുമ്പ് നമുക്ക് റീപർച്ചേസ് ചെയ്യാം. ആ ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് റീപർച്ചേസ് ചെയ്യാം. പക്ഷെ നമ്മുടെ സമയത്തിന് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തായ്ലൻഡ് ട്രിപ്പിനും നമുക്ക് ദുബായ് ട്രിപ്പിനുള്ള LRP പോയിന്റ് ഫുൾ ആയിട്ട് വാഷ് ഔട്ട് ആവും. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് പ്രധാനമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ റീപർച്ചേസ് ചെയ്യണം. നമ്മുടെ ടീമിൽ റീപർച്ചേസ് അതിന്റെ ഇൻകം കിട്ടുന്നു, ഇതെല്ലാം നമുക്ക് വരുന്നത് നമുക്ക് പ്രിവെന്റ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാം. ഇപ്പൊ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ അത് റീപർച്ചേസ് ചെയ്തോളൂ. അടുത്ത മാസം തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ സമയത്തിന് ചെയ്യണം. നമ്മുടെ ഡാഷ്ബോർഡിൽ ആ ഡേറ്റ് വരുന്നുണ്ട്, ആ ഡേറ്റിൽ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ആർക്കും സംശയമില്ല എങ്കിൽ ക്ലോസ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. ഇത്ര തന്നെ. ഹലോ, ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ജ്യോതിഷ് സാർ. പറയൂ. നല്ലൊരു അധ്യാപകന്റെ ക്ലാസ്സിലിരുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് അറിവുകൾ കിട്ടി. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ ടെർമിനേറ്റർ സീഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മണ്ണിന്റെ ഘടനയൊക്കെ തന്നെ ആകെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വയനാട് പോലെയുള്ള സ്ഥലങ്ങളില് അതിന്റെ മണ്ണിന്റെ ഘടനയെ നമുക്കിത് തിരിച്ചുകൊണ്ടുവരാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് പറ്റുന്ന മണ്ണിന്റെ കെമിക്കൽ സ്വഭാവം ഇല്ലാതാക്കുമ്പോൾ തന്നെ മണ്ണിന്റെ ക്വാളിറ്റി കൂടുന്നില്ലേ സാറേ? അപ്പൊ അത് നമ്മൾ ആദ്യത്തെ ഒരു വർഷം സോയിൽ ഹെൽത്ത് കെയർ എന്നുള്ളത് 3 മാസം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നതിന് കാരണം മണ്ണിനകത്തുള്ള കെമിക്കൽ സ്വഭാവത്തെ ഇല്ലാതാക്കും. നെക്സ്റ്റ് ഇയർ തൊട്ട് നമുക്ക് 6 മാസത്തിലൊരിക്കല് സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിക്കുക. കെമിക്കൽ സ്വഭാവത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മേജറായിട്ട് നമ്മുടെ സോയിൽ ഹെൽത്ത് കെയർ ചെയ്യുന്നത്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഘടന മാറും. അതോടൊപ്പം തന്നെ ഓരോ വർഷവും 25% നമ്മുടെ കെമിക്കൽ വളങ്ങൾ കുറയ്ക്കാൻ പറ്റും. അപ്പം ജൈവ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കും. കെമിക്കൽ വളങ്ങൾ കുറയുന്ന ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ 25% കുറഞ്ഞു, അടുത്ത വർഷത്തെ കൃഷിക്ക് മുമ്പ്. അതിനുശേഷം നമ്മൾ വീണ്ടും 25% ഒരു 50 75 നമുക്ക് കാലക്രമേണ ഇത് ഇല്ലാതാക്കി ജൈവ വളങ്ങൾ കൊണ്ട് മാത്രം കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഒരു 4 വർഷം കൊണ്ട് നമ്മൾ കൃഷിയിടത്തെ മാറ്റാൻ പറ്റുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജൈവ കൃഷി തന്നെ 100% ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പ്രോഡക്റ്റുകൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ സന്ദേശം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേക്കാവോ സാറേ? സാറേ, ഞാൻ കുട്ടനാട്ടിലെ ഒരു നെൽകൃഷിക്കാരനാണ്. അപ്പം കുട്ടനാട്ടിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും ജലം സുലഭമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. നമുക്ക് ജലത്തിന്റെ പ്രാതിനിധ്യം ഇവിടെ കൂടുതലുണ്ട്. നമ്മൾ വെള്ളം പറ്റിച്ചിട്ടാണ് നെൽകൃഷി ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമോ ഈ ഒരു വെള്ളം കൂടുതലുള്ള അവസ്ഥയിൽ? ഉപയോഗിക്കാം. നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം വെള്ളത്തിന്. കാരണം നമുക്ക് ഈ വെള്ളത്തിന്റെ കാര്യം കൂടുതൽ പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന വളം അടുത്ത കൃഷിഭൂമിയിലേക്ക് നമുക്കല്ലല്ലോ പ്രയോജനം കിട്ടുന്നത്, അടുത്ത കർഷകനല്ലേ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മളതിനെ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആക്കിയാൽ മാത്രം മതി. അപ്പൊ നമുക്കിത് ധൈര്യമായിട്ട് അവിടെ ചെയ്യാം. കുട്ടനാട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാര്. എന്റെ കൃഷിഭൂമിയിൽ ഏതാണെന്നറിയത്തില്ല, ഒരു മാഡം വിളിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ ആ മാഡം ഇത് ചെയ്യാറുണ്ട് അഗ്രികൾച്ചറിന്റെ പ്രൊഡക്റ്റിൽ കുട്ടനാട്ടില്. കേട്ടോ, നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. Okay, thank you all. Thank you very much.